ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഫ്ലവറാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് ഞാനിതാ ഈ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ വർണ്ണക്കടലാസ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതിൻ്റെ ഒരു ഓറഞ്ച് കളറുള്ളതാണ് എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും. ഇതാ ഇങ്ങനെ ഒരു ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇത് വീണ്ടും മടക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കാം. ഈ രീതിയിൽ മടക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡുകളൊക്കെ നമ്മൾ വെട്ടി കൊടുക്കണം കേട്ടോ. കത്രിക എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈഡും കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ, എല്ലാ ഭാഗവും. ഇതുപോലെ തന്നെ ഈ ഒരു ഷീറ്റിൻ്റെയും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ചെറിയ ഫ്ലവറാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടു ഇങ്ങനെ നമ്മൾ മടക്കിയിട്ട് ഈ സൈഡും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഏകദേശം 2 ഫ്ലവറുകൾ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് ഇത് നമ്മൾ വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് നമ്മൾ പകുതി ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ചെയ്യാൻ പോകുന്ന വളരെ ശ്രദ്ധിച്ച് നോക്കണം. ഇത് ഏകദേശം ഒരു സമചതുരം ഇതിൻ്റെ ഒരു ഇതിലാണുള്ളത്. പേപ്പേഴ്സ് എല്ലാം ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കാം. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മടക്കാം. ഈ രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കാം, വീണ്ടും തിരിച്ച് മടക്കാം, ഇങ്ങനെ മടക്കാം, വീണ്ടും തിരിച്ച് മടക്കാം, വീണ്ടും ഇങ്ങനെ മടക്കാം. ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ഇതളിൻ്റെ പോലെ വെട്ടിക്കൊടുക്കുകയാണ്. ഏകദേശം ഇങ്ങനെ ക്രോസായിട്ട് വെട്ടിക്കൊടുക്കുകയാണ്. ഒരു സൈഡും മറ്റേ സൈഡ് ഇങ്ങനെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെട്ടാം. ഈ ഭാഗത്തും ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ ഒരു കമ്പി എടുക്കാം. ഞാൻ ഈ കമ്പിയാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം എത്ര നീളം ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് ഞാൻ ഇങ്ങനെ മടക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ അതൊരു നേർത്ത കമ്പിയാണ്, ഇപ്പോൾ കുറച്ചും കൂടെ കട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. എന്നിട്ട് ഇതിൻ്റെ ഏകദേശം മിഡിലായിട്ട് വെച്ചിട്ട് കമ്പി താഴേക്ക് വളച്ച് ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇർക്കിളിലേക്ക് ചുറ്റി കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തി കൊടുക്കാം. ഈ ഭാഗം ഇങ്ങനെ നിവർത്താം. എന്നിട്ട് ഈ അടിഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ നിവർത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ 2 പേപ്പർ ഇങ്ങനെ ഒട്ടിയിട്ടുണ്ടാവും. ഓരോന്നായിട്ട് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ആദ്യം ആക്കാം. ഇങ്ങനെ ചെയ്തുകൊണ്ട് വരാം. ഇങ്ങനെ നല്ല രീതിയിൽ വലിച്ചിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് ആക്കി കൊണ്ടുവരാം. അടുത്ത സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ തന്നെ നേരെ പേപ്പർ ആയതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ പെട്ടെന്ന് കീറിപ്പോവും. ഈ രീതിയിൽ ഇങ്ങനെ മെല്ലനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇങ്ങനെ നല്ല രീതിയിൽ വലിക്കാൻ നോക്കുക. വലിക്കുമ്പോൾ ഒട്ടും കീറി പോകാനും പാടില്ല. ആ രീതിയിൽ ചെയ്യണം കേട്ടോ. ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അടുത്ത ഭാഗത്തുനിന്ന് ഇങ്ങനെ എടുക്കാം. മെല്ലനെ വലിച്ചിങ്ങനെ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ വലിക്കുക. ഈ രീതിയിൽ ചെയ്യാം കേട്ടോ. ഈ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ പൊന്തി നിൽക്കുന്ന ഭാഗം ജസ്റ്റ് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം.
നല്ലോണം പൊന്തിക്കുന്ന ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഈർക്കിളില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു കമ്പിയിൽ തന്നെ ഗ്രീൻ ടാപ്പല്ല, ഈ ഒരു പീസ് പേപ്പർ ഞാൻ ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈർക്കിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഈർക്കിളിൽ ചുറ്റി കൊടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. താഴെയും ഗം അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ചെയ്യുന്ന ടൈമിൽ തന്നെ വേറൊരു പോയിൻ്റ് ഐഡിയ കൂടെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാനത് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഒരു ക്രേ പേപ്പർ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പീസിൽ ഇലേൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് രണ്ട് സൈഡിലായിട്ട് കൊടുക്കുക. ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. പുതിയ ഐഡിയാസ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.